വിവാഹം കഴിഞ്ഞ ആദ്യ നാൾ മുതൽ അതുല്യ അതിക്രൂരമായിട്ടുള്ള പീഡനം നേരിട്ടിരുന്നുവെന്നാണ് തേവലക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അനിൽ കേരള വിഷൻ ന്യൂസിനോട് അല്പം മുമ്പ് പ്രതികരിച്ചത്. നേരത്തെയും സതീഷിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിരുന്നു. അന്ന് അതുല്യയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. മകൾക്ക് വേണ്ടി എല്ലാം സഹിക്കുകയാണ് എന്നും ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അതുല്യ പറഞ്ഞിരുന്നുവെന്നുമാണ് ബിന്ദു അനിൽ എന്ന് പറയുന്നത് തേവലക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. അവരുടെ വാക്കുകളിലേക്ക്. തീർച്ചയായും ഇത് വളരെ ക്രൂരമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് അതുല്യ. വിവാഹശേഷം ആദ്യത്തെ ഒരു വർഷത്തിന് ശേഷം തന്നെ അവരുടെ ജീവിതത്തിൽ അസാരസ്യങ്ങൾ ഉണ്ടാവുകയും വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സൈക്കോ രീതിയിലുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ക്രൂര പീഡനത്തിനിരയായിട്ടാണ് അതുല്യ മരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ വിവാഹശേഷം ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഗാർഹിക പീഡനത്തിന് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അതിൻ്റെ കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് വന്ന് അതുല്യയോട് മാപ്പ് പറയുകയും കാല് പിടിച്ച് മാപ്പ് പറയുകയും ഇനി ആവർത്തിക്കത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് വിളിച്ചുകൊണ്ട് പോയതാണ്. എപ്പോഴും നല്ല പ്രസന്നവതയായി സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിരുന്ന ഒരു കുട്ടിയാണ് അതുല്യ. പലപ്പോഴും സതീഷുമായിട്ടുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന കാര്യം പറയുമ്പോൾ മകൾക്ക് വേണ്ടി ജീവിക്കണം, ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല, ഏതെങ്കിലും രീതിയിൽ ഞാൻ മരണപ്പെട്ടാൽ അത് വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചോളണം എന്ന് അമ്മയോട് പലതവണ അതുല്യ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും മകൾക്ക് വേണ്ടി, മകളെ ഓർത്ത് എല്ലാം സഹിക്കുന്നു എന്നാണ് അതുല്യ പറഞ്ഞുകൊണ്ടിരുന്നത്.